കണ്ടിട്ടില്ലേ ഉമ്മമാര് നല്ല പർദ്ദ ധരിച്ച് നല്ല രീതിയിൽ ഇസ്ലാമിക വേഷം ധരിച്ചു പോകും. ആ ഉമ്മാന്റെ കൂടെ ഒരുപക്ഷെ വാപ്പ ഫ്രണ്ടിൽ നടക്കുന്ന വാപ്പാക്ക് താടിയുണ്ടാകും, നല്ല നിസ്കാരത്തഴമുണ്ടാകും, വേണമെങ്കിൽ തൊപ്പിയും തലയിൽ വെച്ചിട്ടുണ്ടാകും, അവന്റെ പാന്റ് നെരിയാണിക്ക് മേലെ ഉണ്ടാകും. എന്നാൽ ആ വാപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ നടന്നു വരുന്ന മോളുണ്ടല്ലോ, 15 വയസ്സ് പിന്നിട്ട മോളുണ്ടല്ലോ, ആ മോളുടെ വേഷം ലാച്ചയാ, ആ മോളുടെ വേഷം സ്കിൻ ഫിറ്റ് പാന്റാ, ടൈറ്റ് പണിയനാ, ജീൻസ് പാന്റ് ധരിച്ച് നിന്റെ മോള് പൂമ്പാറ്റയെ പോലെ മാലാകയെ പോലെ ആടിയും കുടഞ്ഞും കളിച്ചും തലിതമാശ പറഞ്ഞും അന്യാണുങ്ങളെ നോക്കി കമന്റ് അടിച്ചും ചിരിച്ചും ഐ ലവ് യു പാസാക്കിയും നടന്നു വരുമ്പോ ആണും പെണ്ണും കെട്ട രീതിയിൽ നിന്റെ ഭാര്യയും നീയുമൊക്കെ വലിയ ദീനിന്റെ ആളുകളായി, ഞാൻ വലിയ മഹല്ല് പ്രസിഡന്റാ, ഞാൻ മഹല്ലിലെ ഉത്തരവാദിത്തപ്പെട്ടയാളാ, ഞാൻ ഈ നാട്ടിലെ പ്രമാണിത്തമുള്ള ഹാജിയാരാ എന്നും പറഞ്ഞ അഹങ്കാരം നടിച്ചു നടന്നാൽ, ഹാജിയാരെ നിങ്ങളുടെ ഹജ്ജ് അല്ലാഹ്ക്ക് വേണ്ട, നിങ്ങളുടെ നിസ്കാരത്തഴമ്പ് അല്ലാഹ്ക്ക് വേണ്ട, നിങ്ങളുടെ താടി അല്ലാഹ്ക്ക് വേണ്ട, നിങ്ങളുടെ ഒരു നിസ്കാരവും അല്ലാഹ്ക്ക് വേണ്ട, അതെല്ലാം നിങ്ങളുടെ മുഖത്തേക്ക് അല്ലാഹു വലിച്ചു ചുരുട്ടി എറിയപ്പെടും. നിങ്ങളുടെ മോളുടെ അർത്ഥനഗ്നയായി ഏതൊക്കെയോ വെസ്റ്റേൺ ലോബികൾ പടച്ചുവിട്ട നിശാ ക്ലബുകളിൽ അതിരാത്രി സമയത്ത് ആടിത്തിമിർക്കുന്ന വേശ്യപ്പെണ്ണുങ്ങളെ പോലെ ഡ്രസ് ചെയ്തുകൊണ്ട് തെരുവിന്റെ കവലകളിലൂടെ ആർത്തട്ടഹസിച്ച് ആടിയും കുലുങ്ങിയും ചിരിച്ചും രസിച്ചും ആറാടി നടക്കുമ്പോൾ മോളെ അത് നരകത്തിന്റെ പാതയാണ്. സ്റ്റോപ്പ്, അതൊന്ന് അവസാനിപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂലിന് അത് ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല, മുത്തുനബിക്ക് അത് ഇഷ്ടമല്ല, പണ്ഡിതന്മാര് നിരോധിച്ചതാണ്, ആലിമീങ്ങൾ നിനക്ക് പ്രസംഗം കേട്ട് പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് തടയിടാൻ ആണത്വമില്ലാത്ത വാപ്പാ, നീ എന്തിനാണ് ആ വാപ്പാ എന്നും പറഞ്ഞു നടക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ മോളിങ്ങനെ രസിച്ച് ആടിയും പാടിയും നടക്കുമ്പോ പർദ്ദയിട്ടുകൊണ്ട് ഔറത്ത് മറച്ച് ഞാൻ വലിയ ഇസ്ലാമിയത്തുള്ള പെങ്ങളാന്നും പറഞ്ഞ്, ഞാൻ വലിയ ഇസ്ലാമിന്റെ മോളാന്നും പറഞ്ഞ് പർദ്ദയിട്ടുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന ഉമ്മ, നിങ്ങളുടെ പർദ്ദ അല്ലാഹ്ക്ക് കാണണ്ട, നിങ്ങളുടെ നിസ്കാരത്തഴമ്പ് അല്ലാഹ്ക്ക് കാണണ്ട, അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്ന ഏർപ്പാടാ. റസൂലുള്ള പട്ടിണി കൊടുത്ത് വളർത്തിയ ദീനാണിത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരള് പിച്ച് ചീന്തി സൃഷ്ടിച്ച ദീനാണിത്. മഹാന്മാരായ സഹാബത്ത് ബദറിന്റെയും ഉഹദിന്റെയും ഖന്തക്കിന്റെയും ഖൈബറിന്റെയും പടയോട്ട ഭൂമികളിൽ ശത്രുക്കളാകുന്ന കുഫാറുകളോട് അഗ്നിസ്ഫുലിംഗങ്ങളെ പോലെ ആളിക്കത്തി പടയോട്ടത്തിന്റെ അടരാടത്തിന്റെ അടർക്കളങ്ങളിൽ ഇടിപ്പടക്കം സൃഷ്ടിച്ച് ജീവൻ പരിത്യജിച്ചുണ്ടാക്കിയ ഈ ദീന് കൊണ്ട് ആവാസം കളിക്കുന്ന പെങ്ങളെ, ആവാസം കളിക്കുന്ന ഉമ്മ, അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ഇടപാടാണിത്, മുത്തുനബിയെ ധിക്കരിക്കുന്ന ഇടപാടാണിത്. ഇത് നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്.